BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആശുറയുടെ വിജയകരമായ നടത്തിപ്പിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെയും ഇടപെടലുകളെയും ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പ്രശംസിച്ചു. പരിപാടികൾക്ക് ആവശ്യമായ സുരക്ഷയും സേവനങ്ങളും നൽകുന്നതിന് പിന്തുണ നൽകിയ സർക്കാർ സ്ഥാപനങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളെയും അദ്ദേഹം പരാമർശിച്ചു. മതപണ്ഡിതർ, വിവിധ ഭാരവാഹികൾ, മേൽനോട്ട സമിതികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെയും അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യത്തിന്റെയും വിശാല കാഴ്ചപ്പാടിനെയും യോജിപ്പിനെയും എടുത്തുകാട്ടുന്നതാണ് ആശുറ പരിപാടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടണിൽ നടന്ന ബഹ്റൈൻ US സംയുക്ത സൈനിക സമിതി യോഗത്തിൽ ബഹ്റൈൻ പ്രതിനിധി സംഘത്തെ പ്രതിരോധ കാര്യമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ബിൻ ഹസൻ അൽ നോയ്മി നയിച്ചു. ബഹ്റൈനും അമേരിക്കയും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും വിവിധ മേഖലകളിലെ പുരോഗതിയെക്കുറിച്ചും സൈനിക ഏകോപനവും പ്രതിരോധ സഹകരണവും യോഗം ചർച്ച ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 1ാമത് ചരമവാർഷികം OICC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കും. പുഷ്പാർച്ചന, സർവ്വമത പ്രാർത്ഥന, അനുസ്മരണ സമ്മേളനം തുടങ്ങിയ പരിപാടികളോടുകൂടിയായിരിക്കും പരിപാടിയെന്നും OICC അറിയിച്ചു. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെയാണ് രാമായണ മാസാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സൊസൈറ്റിയിൽ വെച്ച് വൈകിട്ട് 7:20 മുതൽ 8:30 വരെ രാമായണ പാരായണവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുമെന്നും കൂടാതെ ഈ വർഷവും കർക്കിടക വാവ് ദിവസം പിതൃതർപ്പണ ബലിയിടാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് സൊസൈറ്റിയിൽ അതിനുള്ള അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടക വാവ് ദിവസമായ ഓഗസ്റ്റ് 3 ശനിയാഴ്ച രാവിലെ 5 മണി മുതൽ സൊസൈറ്റിയുടെ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങുകളുടെ കൂടുതൽ വിവരങ്ങൾക്കും ബലിയിടുന്നതിനുമായി മുൻകൂട്ടി പേരുകൾ ബുക്ക് ചെയ്യുവാൻ രജീഷ് പട്ടാഴി 34151895 എന്ന നമ്പറിലോ ശിവജി ശിവദാസൻ 66994550 എന്ന നമ്പറിലോ ബിനുമോൻ 36415481 എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. OICC ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റും മുൻ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ R ഉണ്ണികൃഷ്ണപിള്ളയ്ക്ക് OICC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പും സ്നേഹാദരവും നൽകി. 40 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. യാത്രയയപ്പ് സമ്മേളനത്തിൽ OICC ആലപ്പുഴ ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് G രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, OICC ദേശീയ കമ്മിറ്റി ഭാരവാഹികൾ, OICC നേതാക്കൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ ബൈജു ചെന്നിത്തല സ്വാഗതവും ജോയി ചുനക്കര നന്ദിയും രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണപിള്ള സദസ്സിന് മറുപടി പ്രസംഗം നടത്തി. ബഹ്റൈനിൽ ആതുര സേവന രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകിവരുന്ന അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഇമാം ഹുസൈൻ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അൽ നഈം ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയാണ് ഹുസൈൻസ് ലെഗസി എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മനാമ സെന്ററിൽ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ പുതുതായി ആരംഭിച്ച 9ാമത്തെ ശാഖയിൽ ജൂലൈ 15-16 ദിവസങ്ങളിലാണ് ക്യാമ്പയിൻ നടന്നത്. ക്യാമ്പയിനിൽ 606 ബ്ലഡ് ബാങ്കുകൾ ഈ ദിവസങ്ങളിലായി ശേഖരിച്ചതായും സംഘാടകർ അറിയിച്ചു. 1ാം ദിവസം സ്ത്രീകൾക്കായി നടത്തിയ ക്യാമ്പിൽ 50 ബ്ലഡ് ബാങ്കുകളും 2ാം ദിനം പുരുഷന്മാർക്ക് വേണ്ടി നടത്തിയ ക്യാമ്പിൽ 556 ബ്ലഡ് ബാങ്കുകളുമാണ് ശേഖരിച്ചത്. ആരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ മജീദ് അൽ അവദി, അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് CEO ഡോക്ടർ ശരത്ചന്ദ്രൻ ജാഫ്രി, എൻഡോമെന്റ് ഡയറക്ടറേറ്റ് പ്രസിഡന്റ് ഹിസ് എക്സലൻസി യൂസഫ് ബിൻ സാലിഖ് അൽ സലേഹ്, സർക്കാർ ആശുപത്രികളുടെ ഡെപ്യൂട്ടി CEO ഡോക്ടർ രാജ അൽ യൂസിഫ്, ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ സർവീസസ് ഓഫീസർ ഡോക്ടർ രാജ അഹമ്മദ് സാലിഖ് അൽ നോമി, ഇമാം ഹുസൈൻ ക്യാമ്പയിൻ സുപ്രീം കമ്മിറ്റി മേധാവി ഡോക്ടർ ഫാദൽ അൽ നാഷി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ജലീല ബിൻ സയ്യിദ് ജവാദ് ഹസന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പിന്തുണയെ സംഘാടക സമിതി തലവൻ ഡോക്ടർ ഫാദൽ അൽ നാഷി അഭിനന്ദിക്കുകയും ഇങ്ങനെയൊരു ക്യാമ്പയിന് ആതിഥേയത്വം വഹിച്ചതിന് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മനാമയിൽ പുതുതായി ആരംഭിച്ച അൽഹിലാൽ മെഡിക്കൽ സെന്ററിൽ ഏറ്റവും വലിയ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ ശരത്ചന്ദ്രൻ അറിയിച്ചു. ബഹ്റൈനിലെ അൽഹിലാൽ ഹെൽത്ത് കെയറിന്റെ വിവിധ ശാഖകളിലുടനീളം മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനും അവയുടെ മെച്ചപ്പെടുത്തലിനെ പിന്തുണയ്ക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. രക്തദാനം ചെയ്ത എല്ലാവർക്കും അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് നന്ദി രേഖപ്പെടുത്തി.
കഴിഞ്ഞ ഏപ്രിൽ മാസങ്ങളിൽ ഷാർജയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വീടുകൾ തകർന്നവർക്ക് 1.5 കോടി ദിർഹം നഷ്ടപരിഹാരം അനുവദിച്ച് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഗാസ്മി മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായും തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം 50,000 ദിർഹം വീതമായി ഉയർത്താനും അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഷാർജ റേഡിയോ ടെലിവിഷൻ പരിപാടിയായ ഡയറക്ടർ ലൈനിലാണ് സുൽത്താൻ ഈ പ്രഖ്യാപനം നടത്തിയത്. നീറ്റ് UG പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. റോൾ നമ്പർ മറച്ച് ഓരോ സെന്ററിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വിശദമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച 5 മണിക്കുള്ളിൽ മാർക്ക് പ്രസിദ്ധീകരിക്കാനാണ് നിർദ്ദേശം. വിഷയത്തിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കുമെന്നും കോടതി അറിയിച്ചു. നീറ്റ് കേസ് തിങ്കളാഴ്ച 10:30 വീണ്ടും വാദം കേൾക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ മാസം ജൂലൈ 24 മുതലാണ് കൗൺസിലിംഗ് നടത്താൻ തീരുമാനമെന്നും കേന്ദ്രം കോടതി അറിയിച്ചു. അതേസമയം ബീഹാർ പോലീസിന്റെ റിപ്പോർട്ട് കൂടി സുപ്രീം കോടതിയെ തേടിയിട്ടുണ്ട്. നീറ്റിൽ പുനഃപരീക്ഷ നടക്കുക, ചോദ്യപേപ്പർ ചോർച്ച വ്യാപകമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമെന്നും സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശിൽ ട്രെയിൻ പാളം തെറ്റി. ഗോണ്ടയിൽ വെച്ച് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 15 ബോഗികളാണ് പാളം തെറ്റിയത്. അപകടത്തിൽ 2 പേർ മരിച്ചു, 25-ലധികം പേർക്ക് പരിക്കേറ്റു. ചണ്ഡീഗഡിൽ നിന്നും ദിബ്രുഗഡിലേക്കായിരുന്നു യാത്ര. ഉത്തർപ്രദേശിലെ ജിലാഹി റെയിൽവേ സ്റ്റേഷനും ഗോസായി ദിഹയ്ക്കും ഇടയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാധികാരികൾക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ ടണൽ റെയിൽവേയുടെ പരിധിയിലായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ആവശ്യമുന്നയിച്ചത്. മലിനനീക്കം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. മേലധികാരികളുമായി ഇക്കാര്യം കൂടിയാലോചിച്ച ശേഷം മറുപടി നൽകാമെന്നും DRM മനീഷ് യോഗത്തിൽ മറുപടി പറഞ്ഞു. മാവോവാദി ബന്ധമുള്ളയാളെ തീവ്രവാദ വിരുദ്ധ സേന പിടികൂടി. തൃശൂർ സ്വദേശി മനോജാണ് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിയിലായത്. ഇയാൾ മാവോവാദികൾക്കിടയിലെ സന്ദേശവാഹകനാണെന്നാണ് സൂചന. സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരത്ത് നിന്ന് പണം വാങ്ങാൻ എത്തിയതാണെന്നും വിവരമുണ്ട്. വിവിധ UPA കേസുകളിൽ പ്രതിയാണ്. അരീക്കോടുള്ള MTS അംഗങ്ങളാണ് കൊച്ചിയിലെത്തി പിടികൂടിയത്. വയനാട്ടിലെ കുഴിബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അസ്വാഭാവിക മരണം സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP MJ സോജന് IPS നൽകുന്നതുമായി ബന്ധപ്പെട്ട പെൺകുട്ടികളുടെ മാതാവിന്റെ കോടതിയലക്ഷ്യ ഹർജി സർക്കാർ ഇൻറ്റിഗ്രേറ്റഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും തീരുമാനമെടുക്കുകയും ചെയ്യും മുൻപ് തന്നെയും കേൾക്കണമെന്ന ഉത്തരവ് നടപ്പാക്കിയില്ലെന്നും ആരോപിച്ചാണ് ഹർജി. ഹർജിക്കാരെയും കേൾക്കണമെന്ന് സെപ്റ്റംബർ 25-ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും നടപ്പായില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത്. സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജി ജൂലൈ 24-ലേക്ക് മാറ്റി. IPS സാധ്യതാ പട്ടികയിലുള്ള സോജിന്റെ അപേക്ഷയിൽ ഇന്റഗ്രേറ്റഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ സർക്കാർ തയ്യാറെടുക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു. പീഡനത്തിനിരയായ തന്റെ പെൺമക്കളുടെ ദുരൂഹ മരണം അന്വേഷിച്ച സോജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നടക്കം ചൂണ്ടിക്കാട്ടി നേരത്തെ ഹർജി നൽകിയിരുന്നു. പുതിയ അബ്കാരി നയം ആഗസ്റ്റ് പകുതിയോടെ നിലവിൽ വരും. മദ്യലോബിയുടെ സമ്മർദ്ദമുണ്ടെങ്കിലും 1-ാം തീയതിയിലെ ഡ്രൈ ഡേ തുടരും. ബാറുകൾക്ക് അനുകൂലമായ നിർണായക തീരുമാനങ്ങളും മദ്യനയത്തിലുണ്ടാകും. വിവിധ സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സർക്കാരിന്റെ പുതിയ മദ്യനയം രൂപപ്പെടുത്തിയിരിക്കുന്നത്. വർഷങ്ങളായി തുടർന്നു വരുന്ന 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന സമ്മർദ്ദം ടൂറിസം മദ്യ ലോബികളിൽ നിന്നുണ്ടായെങ്കിലും തൽക്കാലം ഇതിൽ മാറ്റം വരില്ലെന്നാണ് വിവരം. ടൂറിസം മേഖലയ്ക്ക് ഗുണം ചെയ്യാനെന്ന പേരിലായിരിക്കും ബാറുകൾക്ക് അനുകൂലമായ ഇളവുകൾ ഉൾപ്പെടുത്തുക. വീര്യം കുറഞ്ഞ മദ്യവും വൈനും വീടുകളിൽ എത്തിക്കുന്ന വിഷയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 2 ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.